ഡെയിലി വന്ന് ഇവൻ്റെ വളർച്ച എത്രയും നോക്കില്ല പതിവ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കണ്ടില്ലേ, ഇത്രയും എത്തിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ചെടിയും നോക്കുമ്പോൾ കുറേ പുല്ലുകളൊക്കെ മുറിച്ച് കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് കളഞ്ഞ് ചെടിയൊക്കെ ഒന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ചെടികളുടെ എണ്ണം കമ്മി ആയതുകൊണ്ട് ഞാൻ ഇലകൾ പറിക്കുന്നില്ല. അതുപോലെ ഞാൻ ഇടയ്ക്ക് കൂർക്ക വലിച്ചു നോക്കി. കൂർക്ക എങ്ങാനും കായ്ച്ചുണ്ടോ ഇല്ലെങ്കിൽ പറിച്ച് കളയാൻ വിചാരിച്ചാണ്. പക്ഷേ ഇതാ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. 2-3 ചെടി ഞാൻ നശിപ്പിച്ചു. അധികം വെയിൽ തട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു. എല്ലാത്തിനും ഒരു മുരടിപ്പുണ്ട്. ശരിയേക്കാം. വരും ദിവസങ്ങളിലെ ഹോപ്പ് ഇതവനാണ്. ഡെയിലി പരിഗണിക്കുന്നുണ്ട്. തക്കാളി നിറയെ കിട്ടുമെന്ന് വിചാരിക്കണം. അന്ന് വാങ്ങില്ലേ കുട്ടി തക്കാളി ചെടി, അതാണിത്. കുറച്ച് ചെടികളൊക്കെ തൊട്ടപെട്ടി കൊടുത്തു. ബാക്കി എനിക്ക് നടാനുണ്ട്. അതുപോലെ ക്യാരറ്റിനൊക്കെ 2-3 ഇലകൾ വെച്ച് വന്നിട്ടുണ്ട്. അപ്പം മാറ്റി നടാനുള്ള ടൈമായിട്ട്. അതുപോലെ പരിഗണിക്കേണ്ട ഒന്നാണ് പാലക്ക്. അത്യാവശ്യം വളർച്ച വന്നു. കുറച്ച് ഗ്രോ ബാഗ് വാങ്ങണം. നേരത്തെ നട്ടിരുന്ന തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ വലിപ്പമുണ്ടെങ്കിലും ചിലതൊന്നും അങ്ങനെ വലിപ്പം കിട്ടാറില്ല. ഇടയിൽ ഞാൻ ചെടി നോക്കാൻ വരുമ്പോൾ ചെറിയ തക്കാളിയൊക്കെ കിട്ടാറുണ്ട്. ഞാനത് വീട്ടിൽ കൊടുക്കാറില്ല. ഞാൻ പച്ചക്കെ കഴിക്കാറ് പതിവ്. ഇതിപ്പോൾ കുറച്ചും കൂടി പഴുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കുറേ അധികം മുളച്ച് വന്നിട്ടുണ്ട്. ഈ മത്തനും കുമ്പളങ്ങയും കയ്പ്പയ്ക്കും മുളകൊക്കെ അങ്ങനെ മുളപ്പിച്ച് വന്നതാണ്. ശോകാവസ്ഥ എന്താ വെച്ചാൽ ഇഞ്ചി വീട്ടിൽ തീരാത്തതുകൊണ്ട് അമ്മ ഈ ഇഞ്ചി ഒന്നും പറിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിർത്തി വെച്ചിരിക്കണം. അതിലും ശോകമായിട്ടുള്ളതാണ് ഇത്. ഇവന്മാർ രണ്ടങ്ങോട്ടൊന്നും മുളച്ച് വരില്ല. കേബേജും ബീറ്റ്റൂട്ടേ അതൊക്കെ ഒന്ന് പൊട്ടി മുളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, അത്യാവശ്യം ഇപ്പോൾ പച്ചക്കറി തോട്ടമൊക്കെ ഞാൻ മേലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പറഞ്ഞ് വിശ്വസിക്കാമെന്നറിയില്ല. ഇവിടെ ഇപ്പോൾ 49 ഗ്രോ ബാഗ് ഉണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എണ്ണം കൂട്ടാം അല്ലേ.